യെല്ലോ മെറ്റലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു പേർക്കൊക്കെ അറിയാം, എന്നാൽ മെജോറിറ്റി പേർക്കും അറിയില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ചില സ്വർണത്തിന്റെ ബില്ലുകൾ കണ്ടപ്പോഴാണ് എനിക്ക് ഈ ആശയം തോന്നിയത്. പറഞ്ഞു വരുന്നതും വേറൊന്നുമല്ല, ഗോൾഡിന്റെ GST പറ്റിയാണ്. എങ്ങനെയാണ് ഒരു ഗോൾഡ് ആഭരണത്തിൽ GST ആഡാക്കുന്നത്? സ്വർണത്തിന്റെ തൂക്കത്തിനനുസരിച്ചുള്ള വിലയും അതിനു മുകളിൽ മേക്കിംഗ് ചാർജും ചേർത്താണ് GST ആഡ് ചെയ്യുന്നത്. ഇത് ചിലർ 4%, 5% എല്ലാമാണ് ഈടാക്കുന്നത്. എന്നാൽ വെറും 3% മാത്രമാണ് നിയമപരമായി GST വരുന്നത്. മറ്റു ചില ബില്ലുകളിൽ ആദ്യം ഗോൾഡ് റേറ്റിന് ഒരു GST, അത് കഴിഞ്ഞ് മേക്കിംഗ് ചാർജും ചേർത്ത് വീണ്ടും ഒരു GST, 3% അങ്ങനെ GSTകളും ആഡ് ചെയ്ത് കണ്ടുവരാറുണ്ട്. ശരിയായ രീതി എന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആഭരണം എത്ര വെയിറ്റ് ആണോ ആ വെയിറ്റിന്റെ മുകളിൽ മേക്കിംഗ് ചാർജും ചേർത്ത് അതിന് മുകളിൽ 3% മാത്രമാണ് GST ആഡ് ചെയ്യേണ്ടത്. ഇതിനൊരു ഉദാഹരണമായി ഞാൻ പറയാം. ഇന്നത്തെ വില 9,160 രൂപയാണ്. 9,160 രൂപ നിങ്ങൾ 8 ഗ്രാം എടുക്കുമ്പോൾ സ്വർണ്ണവില മാത്രം 73,280 രൂപയാവും. നിങ്ങൾ മേടിച്ച സ്വർണ്ണാഭരണത്തിന്റെ പണിക്കൂലി എന്നത് 10% എന്നിരിക്കട്ടെ. 10% ആണെങ്കിൽ അതിന്റെ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് 7,328 രൂപയായിരിക്കും വരിക. അപ്പോൾ ഗോൾഡ് റേറ്റും ഈ പണിക്കൂലിയോട് ചേർത്ത് വരുന്നത് എത്രയായിരിക്കും? 80,608 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വരിക. ഇതിന് മുകളിലാണ് GST, അതായത് 80,608 മുകളിൽ 3% GST, അതായത് 2,418 രൂപ ആഡ് ചെയ്താലാണ് നിങ്ങളുടെ ടോട്ടൽ ബിൽ റേറ്റ് വരുന്നത്. 83,026 രൂപയായിരിക്കും ടോട്ടൽ ബില്ല് വരിക. ഇത് നിങ്ങളുടെ സ്വർണ്ണമാകാൻ പോകുന്ന മറ്റു സുഹൃത്തുക്കൾക്ക് കൂടെ ഷെയർ ചെയ്യുമല്ലോ. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.